എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് MJ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സോഷ്യോളജി ഓഫ് പെർസ്പെക്റ്റീവ്സ് എന്ന ടോപ്പിക്കാണ്. സോഷ്യോളജി ഓഫ് പെർസ്പെക്റ്റീവ്സ്. Sociological perspectives are broad assumptions about society and social behavior that provide a viewpoint for the study of specific problems. അതായത് സമൂഹത്തെയും സാമൂഹിക സ്വഭാവത്തെയും കുറിച്ചുള്ള വിശാലമായ അനുമാനങ്ങളാണ് സാമൂഹ്യശാസ്ത്ര വീക്ഷണങ്ങളെന്ന് നമ്മൾ പറയുന്നത്. There are two main descriptive perspectives in sociology. These are positivistic, the traditional scientific perspective, and phenomenology, which can be described as less scientific in that some researchers reject the idea of building theories by the application of the scientific method, preferring to use more interpretative methods. ഇതിൽ പറയുന്നത് രണ്ട് പ്രധാന വിവരണാത്മക വീക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് സാമൂഹ്യശാസ്ത്രത്തിന്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പോസിറ്റിവിസ്റ്റിക് എന്ന് പറയുന്നതാണ്, അതായത് പരമ്പരാഗത ശാസ്ത്രീയ വീക്ഷണം. രണ്ടാമതായിട്ട് പറയുന്നത് ഫിനോമിനോളജി, അതിനെ പ്രതിഭാസ ശാസ്ത്രം എന്നാണ് പറയുന്നത്. പ്രതിഭാസ ശാസ്ത്രം അഥവാ ഫിനോമിനോളജിക്ക് ശാസ്ത്രീയത കുറവാണ് എന്ന് നമുക്ക് പറയാം. ചില ഗവേഷകർ ഈ ഒരു ഐഡിയയെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സയൻറ്റിഫിക് മെത്തേഡ് കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള റിസർച്ചിനെ റിജക്റ്റ് ചെയ്യുകയും പകരം ഇൻ്റർപ്രറ്റേറ്റീവായിട്ടുള്ള മെത്തേഡുകൾ കൂടുതലായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതായത് വ്യാഖ്യാന രീതികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ചില ശാസ്ത്രജ്ഞർ എന്ത് ചെയ്യുന്നു, വളരെയധികം താല്പര്യപ്പെടുന്നു. In sociology, as in other disciplines, there are different ways of interpreting events. അതായത് മറ്റു വിഷയങ്ങളിൽ എന്ന പോലെ തന്നെ സംഭവങ്ങളെ വ്യാഖ്യാനിക്കുന്നതിന് സോഷ്യോളജിയിലും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് പോസിറ്റിവിസം നോക്കാം. എന്താണ് പോസിറ്റിവിസം? പോസിറ്റിവിസം is the traditional method of sociology which is generally associated with Auguste Comte. നമുക്കറിയാവുന്ന കാര്യമാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പരമ്പരാഗത രീതിയാണ്. ഇത് സാധാരണയായിട്ട് ആരാണ് ഉപയോഗിച്ചു വരുന്നതെന്ന് വെച്ചാൽ അഗസ്റ്റ് കോംറ്റ് ആണ്. അഗസ്റ്റ് കോംറ്റ് ഫാദർ ഓഫ് സോഷ്യോളജി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അടുത്തതായിട്ട് പറയുന്നത് കോംസ് എംഫസിസ് ഓൺ റിപ്പോർട്ടിംഗ് ഓഫ് സോഷ്യൽ ഫാക്ട്സ് is like what we find in natural sciences, where accuracy and objectivity in understanding and analysis are core characteristics. സാമൂഹ്യ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് കോംറ്റയുടെ അഭിപ്രായത്തിൽ പ്രകൃതിശാസ്ത്രത്തിൽ നാം കണ്ടെത്തുന്നത് പോലെ തന്നെയാണ്. അവിടെ കൃത്യതയിലും മനസ്സിലാക്കലിലും വിശകലനത്തിലും അതുപോലെ തന്നെ വസ്തുനിഷ്ഠതയും എല്ലാം തന്നെ പ്രധാന സവിശേഷതകളാണ്. ഇതെല്ലാം തന്നെ എന്താണ് കോംറ്റയുടെ അഭിപ്രായത്തിൽ സാമൂഹ്യശാസ്ത്രത്തിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലോജിക് ഇൻ റെക്കോർഡിംഗ് ഓഫ് ഫാക്ട്സ് ഈസ് ആൻ ആഡഡ് എലമെന്റ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് വസ്തുതകൾ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള യുക്തി ശാസ്ത്രീയ രീതിയിലെ ഒരു അധിക ഘടകമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് കളക്റ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡിംഗ് ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഫെയ്ത്ത്സ് ആർ ബേസിസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് അനാലിസിസ്. സച്ച് എ മെത്തേഡ് ഈസ് യൂണിവേഴ്സൽ ഇൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആൻഡ് എക്സിക്യൂഷൻ. അഭിപ്രായങ്ങളും മനോഭാവങ്ങളും വിശ്വാസങ്ങളും ഉൾപ്പെടെ ശേഖരിച്ച വസ്തുതകളുടെ സ്ഥിരീകരണവും മൂല്യനിർണ്ണയവും മനസ്സിലാക്കലിൻ്റെയും വിശകലനത്തിൻ്റെയും അടിസ്ഥാനമാണ്. അത്തരമൊരു രീതി അതിൻ്റെ പ്രയോഗത്തിലും നടപ്പാക്കലിലും എല്ലാം എന്താണ് യൂണിവേഴ്സലാണ്, സാർവത്രികമാണ്. Positivism stresses
the need for neutrality and objectivity in research. It is based on the attempt to emulate the methods of natural science. ഗവേഷണത്തിലെ നിഷ്പക്ഷതയുടെയും വസ്തുനിഷ്ഠതയുടെയും, അതായത് നിഷ്പക്ഷത എന്ന് പറയുന്ന ന്യൂട്രാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നതാണ് വസ്തുനിഷ്ഠത എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യകത പോസിറ്റിവിസത്തിൽ വളരെയധികം ഊന്നിപ്പറയുന്ന കാര്യങ്ങളാണ്. പ്രകൃതിശാസ്ത്രത്തിൻ്റെ രീതികളെ അനുകരിക്കാനുള്ള ശ്രമത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതും വരുന്നത്. ഇതിൽ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം ആണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പ്രോബ്ലം, അതായത് ഒരു പ്രശ്നത്തിൻ്റെ തിരിച്ചറിയൽ. രണ്ടാമതായിട്ട് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ, അതെന്താണ്, വിവരശേഖരണമാണ്. മൂന്നാമതായിട്ട് പറയുന്നത് എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തസിസ്, അതായത് വിശദീകരണ സിദ്ധാന്തം എന്നാണ് നമ്മളതിനെ പറയുന്നത്. നാലാമതായി പറയുന്നത് മെത്തേഡ് ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ്, പരികൽപ്പന പരീക്ഷിക്കുന്നതിനുള്ള രീതി, അതായത് ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. അഞ്ചാമതായിട്ട് പറയുന്നത് അനാലിസിസ് ഓഫ് റിസൾട്ട്, അതായത് ഫലങ്ങളുടെ വിശകലനം. ആറാമത് റീടെസ്റ്റ് ഇഫ് നെസസറി, അതായത് ആവശ്യമെങ്കിൽ അത് ഒന്നുകൂടി പരിശോധിക്കുക, വീണ്ടും പരിശോധിക്കുക എന്നതാണ്. ഏഴാമതായിട്ട് പറയുന്നത് ഇൻ്റർപ്രറ്റിംഗ് റിസൾട്ട്സ് റിപ്പോർട്ട്, ഫലങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഇൻ്റർപ്രറ്റിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫലങ്ങൾ വ്യാഖ്യാനിക്കുന്നു. പിന്നെ അവസാനം വരുന്നതാണ് റിപ്പോർട്ട്. നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗ്, എല്ലാത്തിൻ്റെയും അവസാനമാണല്ലോ റിപ്പോർട്ട് റൈറ്റിംഗ് വരുന്നത്. പിന്നെ ഇംപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്, അതായത് പ്രത്യാഘാതങ്ങൾ. The overall implication of positivism is that there is an objective world which is capable of being understood in objective and scientific terms. വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായ രീതിയിൽ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ഒരു വസ്തുനിഷ്ഠമായ ലോകമുണ്ട് എന്നതാണ് പോസിറ്റിവിസത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സൂചനയായിട്ട് പറയുന്നത്. Within the positivism school of sociology, there are two dominant theoretical perspectives which tend to produce their findings from scientific techniques. അതായത് ഈ ഒരു പോസിറ്റീവിയം സോഷ്യോളജി സ്കൂളിനുള്ളിൽ രണ്ട് പ്രധാന സൈദ്ധാന്തിക വീക്ഷണങ്ങളാണ് ഉള്ളത്. അവ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളിൽ നിന്ന് അവരുടെ കണ്ടെത്തലുകൾ സൃഷ്ടിക്കുന്നു. അത് ഏതൊക്കെയാണെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ഒന്നാമത് പറയുന്നത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവും രണ്ടാമത് പറയുന്നത് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവുമാണ്. ഫങ്ഷണലിസ്റ്റ് കാഴ്ചപ്പാട്, അതായത് ഫങ്ഷണലിസം, സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഫങ്ഷണൽ വിശകലനം സോഷ്യോളജിയുടെ ഒറിജിനിൽ നിന്നും തന്നെ ഉണ്ടായി വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഫങ്ഷണൽ അനാലിസിസ് is also known as functionalism and structural functionalism. It is rooted in the origin of sociology. Founders of functionalist perspective were Herbert Spencer and Emil Durkheim. അപ്പോൾ ഹെർബർട്ട് സ്പെൻസറും എമൈൽ ഡർഖെയിം എന്നിവരാണ് പ്രവർത്തനപരമായ ഈ കാഴ്ചപ്പാടിൻ്റെ സ്ഥാപകർ എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് they viewed society as a self-regulating and self-maintaining social system with certain basic needs such as preserving social order, providing for the supply of goods and services and protecting the young ones. അതായത് സാമൂഹിക ക്രമം സംരക്ഷിക്കുക, ചരക്കുകളും സേവനങ്ങളും വിതരണം ചെയ്യുക, ചെറുപ്പക്കാരെ സംരക്ഷിക്കുക തുടങ്ങിയ ചില അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉള്ള ഒരു സ്വയം നിയന്ത്രിതവും, അതാണ് സെൽഫ് റെഗുലേറ്റിംഗ്, സ്വയം നിയന്ത്രിതവും സ്വയം പരിപാലിക്കുന്നതുമായ, അതായത് സെൽഫ് മെയിൻറ്റെയിനിങ്, സ്വയം പരിപാലിക്കുന്നതുമായ ഒരു സാമൂഹിക വ്യവസ്ഥയായി അവർ സമൂഹത്തെ വീക്ഷിച്ചു. ഹെർബർട്ട് സ്പെൻസറിൻ്റെയും എമൈൽ ഡർഖെയിമിൻ്റെയും കാര്യമാണ് ഇവിടെ പറയുന്നത്. With certain basic needs such as preserving social order, providing for the supply of goods and service and protecting the young ones. ഇതെല്ലാമാണ് certain ആയിട്ടുള്ള ബേസിക് നീഡ്സ് ആയിട്ട് പറയുന്നത്. If these needs are met, they believed that society would remain in balance or equilibrium. In essence, the functionalist perspective focuses on the process of
ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദി സോഷ്യൽ സിസ്റ്റം. അപ്പോൾ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള നീഡുകളുണ്ടല്ലോ, ഈ ആവശ്യങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ സമൂഹത്തിലെ സന്തുലിതാവസ്ഥയിലോ ഒക്കെയുള്ള ഒരു മാറ്റം, അതായത് ആ ഒരു സന്തുലിതാവസ്ഥയിൽ നിന്ന് മാറാതെ ആ ഒരു കറക്റ്റായിട്ടുള്ള രീതിക്ക് തന്നെ തുടർന്ന് പോകുമെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഫങ്ഷണലിസ്റ്റ് കാഴ്ചപ്പാടെന്ന് പറയുന്നത് സാമൂഹ്യ വ്യവസ്ഥയിലെ ക്രമത്തിൻ്റെയും സ്ഥിരതയുടെയും, അതായത് സ്ഥിരതയുടെയും പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഫോക്കസ് ചെയ്യുന്നത് ഓർഡറും സ്റ്റെബിലിറ്റിയാണ്. സോഷ്യൽ സിസ്റ്റത്തിലെ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ക്രമത്തിൻ്റെയും സാമൂഹ്യ വ്യവസ്ഥയിലെ ക്രമത്തിൻ്റെയും സ്ഥിരതയുടെയും പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് ഈ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ദ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവാണ്. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സംഘർഷ വീക്ഷണം. കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റ് സ്ട്രെസ് ഇൻഇക്വാളിറ്റീസ് ആൻഡ് റിഗാർഡ് സൊസൈറ്റി ആസ് എ സിസ്റ്റം made of individual and groups which are competing for scarce resources. അപ്പോൾ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സംഘർഷ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അസമത്വങ്ങളെ ഊന്നി പറയുന്നവയാണ്. സമൂഹത്തെ വ്യക്തികളും അതുപോലെ തന്നെ ഗ്രൂപ്പുകളും ചേർന്ന ഒരു സംവിധാനമായി കണക്കാക്കുകയും അവ അപൂർവമായ വിഭവങ്ങൾക്കായി മത്സരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ സ്കെയേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം, അതാണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിൽ കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റ് പറയുന്നത്. ദീസ് ഗ്രൂപ്പ്സ് മേ ഫോം അലയൻസസ് ഓർ കോഓപ്പറേറ്റ് വിത്ത് വൺ അനദർ, ബട്ട് അണ്ടർനീത്ത് ദ സർഫസ് ഹാർമണി ലൈസ് എ ബേസിക് കോമ്പറ്റീറ്റീവ് സ്ട്രഗിൾ ടു ഗെയിൻ കൺട്രോൾ ഓവർ സ്കെയേഴ്സ് റിസോഴ്സസ്. ഈ ഗ്രൂപ്പുകൾ സഖ്യമുണ്ടാക്കാം, അല്ലെങ്കിൽ എന്താണ്, അവർ പരസ്പരം സഹകരിക്കാം. പക്ഷേ ഉപരിതല സ്വരച്ചേർച്ചയ്ക്ക് താഴെയായി വിരളമായ വിഭവങ്ങളിൽ നിയന്ത്രണം നേടുന്നതിനുള്ള ഒരു അടിസ്ഥാന മത്സര പോരാട്ടമുണ്ട്. ഒരിക്കലും കോഓപ്പറേറ്റ് ചെയ്യില്ല എന്നല്ല, അവർ കോഓപ്പറേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാത്തിനും ഉപരിയായി എന്താണ്, ഒരു നിയന്ത്രണം, ഒരു അടിസ്ഥാന മത്സര പോരാട്ടമുണ്ട്. അത് എപ്പോഴും അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കാം. കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റ് ഓൾസോ ഫോക്കസ് ഓൺ മാക്രോ ലെവൽ. In modern society, Karl Marx focused on struggle between the bourgeois, owners of production, and proletariat, those who worked for the owners. But today's conflict theorists have expanded this perspective to include smaller groups and even basic relationships. അപ്പോൾ ഈ വൈരുദ്ധ്യ സിദ്ധാന്തവും മാക്രോ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. കാൾ മാർക്സ് രണ്ട് തരം ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൊസൈറ്റിയിൽ. ബൂർഷോസും, അതായത് ഉൽപ്പാദന ഉടമകളെയാണ് പറയുന്നത് ബൂർഷോസി എന്ന് പറയുന്നത്. തൊഴിലാളി വർഗം, പ്രൊലിറ്റേറിയറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. ഉടമകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ പ്രൊലിറ്റേറിയറ്റ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു വ്യക്തിയാണ് കാൾ മാർക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ സംഘടന സൈദ്ധാന്തികർ ഈ കാഴ്ചപ്പാട് വിപുലീകരിച്ച് ചെറിയ ഗ്രൂപ്പുകളും അടിസ്ഥാന ബന്ധങ്ങളും പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് പെർസ്പെക്റ്റീവിൽ പറയാനുള്ളത്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവും. ഇതുപോലെ തന്നെ അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന മറ്റൊരു പെർസ്പെക്റ്റീവും കൂടിയുണ്ട്. അതായത് ഫിനോമിനോളജി അല്ലെന്നുണ്ടെങ്കിൽ ഇൻ്റർപ്രിറ്റേറ്റീവ് പെർസ്പെക്റ്റീവാണ് അടുത്തത് മറ്റ് വീഡിയോസിൽ പറയും.